കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനമാണ് കാറ്റാടി യന്ത്രം. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമായ മുപ്പന്തൽ കാറ്റാടിപ്പാടത്തിൻ്റെ തുടക്കമാണ്. ഇത് തമിഴ്നാട്ടിലാണ്. അടിത്തറയിൽ ഉറപ്പിച്ച ഒരു ടവറിൻ്റെ മുകളിലാണ് ഘടിപ്പിച്ചൊരു പ്രൊപ്പല്ലർ, ജനറേറ്റർ എന്നിവ അടങ്ങുന്നതാണ് കാറ്റാടി യന്ത്രം. തുടർച്ചയായി കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഈ സംവിധാനം സാധ്യമാവുകയുള്ളൂ. ഇതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ തീരപ്രദേശങ്ങൾ, കുന്നിൻപുറങ്ങൾ, തുറസായ സമതലങ്ങൾ, മലയിടുക്കുകൾ മുതലായവയാണ്. കാറ്റിൻ്റെ വേഗത്താൽ പ്രൊപ്പല്ലർ കറങ്ങുമ്പോൾ ഇതിലെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ലോകത്ത് 75-ലധികം രാജ്യങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ 4 മീറ്റർ മുതൽ 30 മീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനം ഇന്ന് വികസിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിതമായത് കഞ്ചിക്കോട്, പാലക്കാട്. ഇത് 1994 ഡിസംബർ 9-നാണ്. നമ്മുടെ KSEBക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് കഞ്ചിക്കോട്. നമ്മുടെ കേരളത്തിലെ മറ്റ് കാറ്റാടിപ്പാടങ്ങളാണ് രാമക്കൽമേട്, ഇടുക്കി ജില്ല; അട്ടപ്പാടി, പാലക്കാട് ജില്ല; അഗളി, പാലക്കാട് ജില്ല. നമ്മുടെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് രാമക്കൽമേട്. 2008 ഏപ്രിൽ 27-നാണ് രാമക്കൽമേട് നമ്മുടെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. വെസ്റ്റേൺ വിൻഡ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാറ്റാടിപ്പാടമാണ് രാമക്കൽമേട്. പാരിസ്ഥിതിക സൗഹൃദ ഊർജ്ജ ഉൽപാദനം ലക്ഷ്യമാക്കി കടലിൽ വൻ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഇതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയുടെ ഒരു പേരാണ് സ്റ്റാർ ഓഫ് ദി സൗത്ത്. ഇത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലാണ് ഇത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. സെക്കൻഡ് ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം തന്നെയാണ് ഈ മുപ്പന്തൽ. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, ഗുജറാത്ത്, കേരളം, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. വിൻഡ് മില്ലുകളുടെ